Hi, Namaste, welcome back viewers, welcome back to my channel Win Trader. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും മൊമെൻ്റ് ആണ്. മോർണിംഗിൽ നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു, നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഡൗൺ സൈഡ് 2 മണിക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് പോയി. പക്ഷേ ഡൗൺ സൈഡ് സ്കാൽപ്പിങ്ങിൻ്റെ മൊമെൻ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് റിവേഴ്സ് ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചെറുതായിട്ട് റിവേഴ്സ് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എക്സിറ്റ് ലെവൽ എക്സ്ട്രാ കളർ സോഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് എൻട്രി എക്സിറ്റ് ഫേക്ക് ട്രേഡുകളൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇന്നെന്ന് പറഞ്ഞാൽ 6th ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നമുക്ക് മോർണിംഗിൽ നല്ലൊരു അപ് ട്രെൻഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. 3ലും നിഫ്റ്റിയിലും അതെ, ബാങ്ക് നിഫ്റ്റിയിലും അതെ, അതേപോലെ സെൻസെക്സിലും അതെ. അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിഫ്റ്റിയിൽ കാണിച്ചു തരാം. ഇന്ന് ഗ്രീൻ കളർ അപ്പോൾ ബൈ ഇൻഡിക്കേഷൻ നമുക്ക് തന്നത് നമുക്ക് മോർണിംഗിൽ 9:20ക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത സിഗ്നലാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് 2 മണിക്ക് വന്നതാണ്. എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. സിഗ്നൽ വന്നാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ക്യാൻഡിൽ കളറും താഴത്തെ ബാർ കളറും രണ്ടും ഒരുമിച്ച് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ഇന്നത്തെ മോർണിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിഗ്നൽ വന്നു കൺഫേം ആയി. നമുക്ക് റെസിസ്റ്റൻസ് ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് താഴത്തെ ബാർ മാറിയത്. അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറി. ഇവിടെ എടുക്കാത്തവർക്ക് നെക്സ്റ്റ് ഒരു പുൾ ബാക്ക് റിട്രേസ്മെൻറ്റിൽ നിന്ന് ട്രേഡ് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പുൾ ബാക്കിൽ നിന്ന് അടുത്ത ട്രേഡിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. നല്ലതായിട്ട് മാർക്കറ്റ് കയറി. ലാസ്റ്റ് ഇപ്പോൾ സെല്ല് നോക്കുകയാണെങ്കിൽ സെല്ല് ഫസ്റ്റ് ക്യാൻഡിൽ ഓറഞ്ച് ആയിരുന്നു. അവിടെ എക്സിറ്റ് ലെവലിൽ ബൈക്ക് പറഞ്ഞു. പക്ഷേ കൺഫേം ആയി ഇവിടെ പെട്ടെന്നൊരു ഡൗൺ സൈഡ് ആയിരുന്നു. സ്കാൽപ്പിങ്ങിന് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ നല്ലൊരു ഡൗൺ സൈഡ് എന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് തിരിച്ചു പോകുന്നുണ്ട്. അതിനെ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എക്സ്ട്രാ കളർ വഴി നമുക്ക് അവിടെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. പക്ഷേ ബൈ സൈഡിലേക്ക് ആയിട്ടില്ല. താഴത്തെ ബാർ കളർ റെഡ് ആയി തിരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് ലാസ്റ്റ് വന്ന ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ നമുക്ക് 2 മണിയോടുകൂടിയാണ് വന്നത്. സിഗ്നൽ വന്ന സമയത്ത് താഴത്തെ ബാർ കളർ മാറിയിട്ടില്ല. ബാർ കളർ മാറി കൺഫേമായി ചെറുതായിട്ട് മാർക്കറ്റ് എന്ന് ഇറങ്ങി ചെറിയൊരു ഡൗൺ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. മോർണിംഗിൽ ബൈ സൈഡ് നല്ലൊരു ട്രേഡായിരുന്നു. സെയിം ഇതേപോലെ തന്നെ സിഗ്നൽ വന്നു. നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് കയറി അവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിപ്പോയി. പുൾ ബാക്കിൽ നമുക്ക് അടുത്ത ട്രേഡ് ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു അപ് ട്രെൻഡിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. സെയിം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ കൂടുതലായിരുന്നു. പക്ഷേ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടാണ് കയറിയത്. അവിടുന്ന് മോർണിംഗ് ലെവലിൽ തന്നെ നല്ലൊരു ബൈ ഇൻഡിക്കേഷൻ തന്നു. തിരിച്ച് കുറേ നേരം മാർക്കറ്റ് പുൾ ബാക്കിലിരുന്നു. അപ്രോക്സിമേറ്റ് 10:15 ശേഷം മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ സൈഡും ഇല്ല, ബൈ സൈഡും ഇല്ല, നല്ല ചെറിയ പുൾ ബാക്കിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് പിന്നെ ഒരു അപ് ട്രെൻഡിലേക്ക് പോയത്. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. 12 മണിക്ക് ശേഷം പിന്നെ എഗെയിൻ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ഡൗൺ കൺഫേംഡ് ആണ്. നമുക്ക് മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്നു. പക്ഷേ നമുക്ക് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി താഴ്ത്തിറങ്ങും. അപ്പോൾ ഡൗൺ എടുത്തവർക്ക് ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ലൈവായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടി കോൺടാക്ട് ചെയ്യാം.